പൊതു തെരഞ്ഞെടുപ്പിൽ നടന്ന വമ്പിച്ച അട്ടിമറിയെക്കുറിച്ച് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിജി നടത്തിയ പത്രസമ്മേളനവും അതിൻ്റെ ഭാഗമായി ഉണ്ടായ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ എല്ലാവരും കണ്ടതാണ്. അതേക്കുറിച്ച് ഞാനൊരു വീഡിയോയും ഇവിടെ ചെയ്തതാണ്. അതിന് പിന്നോടിയായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ ചേർന്ന് നടത്തിയ ഒരു വലിയ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ് മാർച്ചും ഉണ്ടായിരുന്നു. മഹാദേവപുരയെക്കുറിച്ച് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. എങ്ങനെയാണ് അവിടെ ആ BJP-ക്കാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചത് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യുകയോ അതേക്കുറിച്ച് ആവശ്യത്തിന് മുഖപ്രസംഗങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ 8 മണി ചർച്ചയിൽ ഇത് വലിയൊരു വിഷയമാക്കി അവതരിപ്പിക്കുകയോ ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം ആകെ തകർന്ന് തരിപ്പണമായി എന്ന സത്യം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തില്ല. ഇപ്പോൾ വീക്ഷണത്തിലോ അല്ലെങ്കിൽ ജയ്ഹിന്ദ് ചാനലിലോ ഒരു ചർച്ച നടന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. വീക്ഷണം മുഖപ്രസംഗം എഴുതിയാൽ അത് എഴുതിയവനും കമ്പോസ് ചെയ്യുന്നവനല്ലാതെ ഒരാൾ വായിക്കില്ല. VD സതീശനോ പത്രാധിപർ ജെയ്സൺ ജോസഫോ പോലും വായിക്കില്ല. അതാണ് വീക്ഷണത്തിൻ്റെ അവസ്ഥ. ഇനി മനോരമയിൽ സാമാന്യമായിട്ട് വാർത്തകളൊക്കെ വന്നു. പക്ഷേ മനോരമയിൽ ഇപ്പോൾ പഴയ പോലെ വിശ്വാസ്യതയില്ല. മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതി എന്നുള്ള സത്യമാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇവിടെ വലിയ ബഹുജന പ്രക്ഷോഭവും വലിയ കലാപങ്ങളൊന്നും നടന്നില്ല. കോൺഗ്രസ്സുകാർ അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രകടനങ്ങൾ നടത്തി. പിന്നെ VD സതീശനും ചെന്നിത്തലയൊക്കെ അവർക്ക് പറ്റുന്ന രീതിയിൽ ഓരോ പ്രസ്താവനയും നടത്തി. ഇതൊക്കെ ഏതാണ്ട് അമ്മായിയും കുടിച്ചു പാൽക്കഞ്ഞി എന്ന് പറഞ്ഞ പോലെയാണ്. വലിയ ജനകീയ പ്രക്ഷോഭമൊന്നും അഴിച്ചുവിടാനുള്ള പ്രാപ്തിയോ ത്രാണിയോ ഒന്നും കേരളത്തിൽ കോൺഗ്രസ്സിനില്ല. അഖിലേന്ത്യാ തലത്തിൽ ഒട്ടുമില്ല. അങ്ങനെ ഇതൊരു തീ പിടിക്കുന്ന വിഷയമായിട്ട് മാറിയില്ല. പച്ചച്ചാണത്തിന് തീ പിടിച്ച പോലത്തെ പ്രക്ഷോഭവും കലാപവും ഒക്കെ ഈ നാട്ടിലുണ്ടായിരുന്നു. ബഹുജന പ്രക്ഷോഭമായിട്ട് മാറിയില്ല. അപ്പോൾ ഈ കാര്യത്തിൽ വലിയ മനസ്താപം അനുഭവിക്കുന്നൊരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മുടെ മൗദൂദി ചാനലുകാരാണ്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം CPM എന്തുകൊണ്ട് ഇത് ഏറ്റുപിടിക്കുന്നില്ല എന്നുള്ളതാണ്. CPM സൈബർ ഹാൻഡിലുകൾ പോലും ഈ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. CPM-ൻ്റെ അറിയപ്പെടുന്നൊരു വലിയ ബുദ്ധിജീവി, ഒരു സൈബർ ബുദ്ധിജീവി ഇതേക്കുറിച്ച് പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി പറയുന്ന മിക്കവാറും കാര്യങ്ങൾ തെറ്റാണ്. അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ശരിയാണ് എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിൽ യാതൊരു കാര്യമില്ല. പുള്ളിയുടെ ഉപമ ഇതുപോലെയാണ്. നന്നായിട്ട് നടക്കുന്ന വാച്ച് ചിലപ്പോഴൊക്കെ തെറ്റായ സമയം കാണിക്കും. പക്ഷേ നിലച്ചു പോയ വാച്ച് ദിവസത്തിൽ 2 പ്രാവശ്യം ശരിയായ സമയം കാണിക്കും എന്നാണ്. അപ്പോൾ അത്രയും ക്രൂരമായ പരിഹാസമാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് CPM-കാർ രാഹുൽജിയുടെ വെളിപ്പെടുത്തലുകളെ അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിക്കുമോ അതിൻ്റെ പേരിൽ ഒരു ബഹുജന പ്രക്ഷോഭം അഴിച്ചുവിടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ നിസ്സാരമാണ്. പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത്, രാഹുൽ ഗാന്ധിയെ ഒരു വലിയ താരമാക്കി ഉയർത്താൻ CPM-ന് യാതൊരു താല്പര്യമില്ല. രാഹുൽ ഗാന്ധി വളരെ മോശക്കാരനാണ്, മോശക്കാരനാണ്, യാതൊരു കഴിവ് പ്രാപ്തിയില്ലാത്ത ആളാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് CPM-കാർക്ക് താല്പര്യം. BJP-കാർ ചെയ്യുന്ന രീതിയിലല്ല, വേറൊരു രീതിയിൽ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. കാരണം രാഹുൽ ഗാന്ധിയെ താരമാക്കിയിട്ട് CPM-ന് എന്താ ഗുണം? MA ബേബിയെ താരമാക്കിയാൽ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയനോ MV ഗോവിന്ദനെയോ താരങ്ങളാക്കിയാൽ പാർട്ടിക്ക് വിശേഷമുണ്ട്. അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഭാവിയിലേക്ക് ഉദിച്ചുയർന്നു വരുന്ന ഒരു വലിയ താരമായിട്ട് വന്നാൽ അതിനവർ കൂട്ടുനിൽക്കും. അല്ലാതെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ പൊക്കിയിട്ട് ഇവർക്ക് എന്താ വിശേഷം? കേരളത്തിലാണെങ്കിൽ BJP-യുമായിട്ടല്ല മത്സരം, കോൺഗ്രസുമായിട്ടാണ്, UDF-ഉമായിട്ടാണ്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയത്തെ തമസ്കരിക്കാനാണ് പാർട്ടിക്ക് താല്പര്യം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ BJP-ക്കാരും RSS-കാരൊക്കെ ഇപ്പോഴല്ലേ ഈ പരിപാടി തുടങ്ങിയുള്ളൂ. വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തുന്നു, മരിച്ചുപോയ ആളുകളെ തിരിച്ചു കൊടുത്ത് വോട്ട് ചെയ്യിക്കുന്നതുമൊക്കെ എത്രയോ കൊല്ലം മുമ്പ് കണ്ടുപിടിക്കുകയും വളരെ വിജയകരമായി നടപ്പാക്കുകയും ചെയ്യുന്ന ആളുകളാണ് CPM-കാർ. അവരോടാണ് ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ അബദ്ധങ്ങൾ നടക്കുന്നു, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂകസാക്ഷിയായി നിൽക്കുന്നു. അതുകൊണ്ട് നല്ലവരെ നിങ്ങൾ ചാടിയിറങ്ങും എന്ന് പറഞ്ഞാൽ ഉത്തര മലബാറിലുള്ള മൊത്തം ഉറികളും പൊട്ടിച്ചിരിക്കും. അത്ര തമാശയാണ് അവിടെ നടക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ചില ഏരിയകളിൽ, കാസർഗോഡ് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ, ഈവൻ കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഈ കർക്കിടവാവിന് മാത്രമല്ല മരിച്ചുപോയ ആത്മാക്കൾ തെരഞ്ഞെടുപ്പ് ദിവസവും തിരിച്ചു വരും. മാത്രവുമല്ല അവിടെ ഈ പോളിംഗ് ബൂത്തിൽ ഇരിക്കാനായിട്ട് കോൺഗ്രസ്സിന് ബൂത്ത് ഏജൻറ്റുമാർ പോലും കിട്ടുകയില്ല. കാരണം ഇടിയുള്ളൂ, കള്ളവോട്ട് തടയാൻ ചെന്ന് ഞാൻ. അങ്ങനെയാണ് അതിൻ്റെ രീതി. പിന്നെ ഇവരെങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ബൂത്തിലും ലീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്യാൻ പോകുന്ന സഖാക്കൾ ചിലപ്പോൾ കോൺഗ്രസ്സിന് കൂട്ടി. ഈ K സുധാകരൻ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഒക്കെ കണ്ണൂർ ജയിച്ചത് അദ്ദേഹത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടിയത് ഈ വോട്ട് ചെയ്യാൻ പോയ സഖാക്കൾ കള്ളവോട്ട് ചെയ്ത സഖാക്കൾ
അവരുടെ ശരിയായ വോട്ടും കള്ളവോട്ടും സുധാകരൻ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. വടകരയിൽ ഷാഫിക്കും ചെയ്തിട്ടുണ്ട്. മുമ്പ് കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. അത് പാർട്ടിക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് പാർട്ടി ഈ കാര്യത്തിൽ മിണ്ടാത്തത്. കള്ളവോട്ടിനെ വേറെ ആരെ എതിർത്താലും CPM എതിർക്കില്ല. CPM എതിർക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ഈ എറണാകുളത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ പറയാം. കള്ളവോട്ട് ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലം എറണാകുളമാണ്. കാരണം ആളുകൾ തമ്മിൽ യാതൊരു പരിചയമില്ല. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരാണ്. അവർ പൊതുവേ വോട്ടിനോട് തന്നെ താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ ഈ ബൂത്തിലിരിക്കുന്ന ഏജൻറ്റുമാർക്ക് ഒരിക്കലും കള്ളവോട്ട് ചെയ്യാൻ വന്ന ആളാരാണ്, നല്ല വോട്ട് ചെയ്യാൻ വന്ന ആളാണെന്ന് മനസ്സിലാവില്ല. അതും ഈ ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് വളരെ സൗകര്യമാണ്. ഈ ജോർജ് ഈഡൻ പാർലമെൻറ്റിലേക്ക് ജയിച്ചതിനെ തുടർന്ന് എറണാകുളത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് മരിച്ചുപോയ ജേക്കബ് ഏട്ടൻ്റെ മകൻ ലിനോ ജേക്കബ് ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളായിരുന്നു LDF സ്ഥാനാർത്ഥി. ലിനോ ജേക്കബ് അത്യാവശ്യം ആൾ സ്വാധീനമൊക്കെ ഉള്ള ആളാണ്. പുള്ളി കുറച്ച് പേരെയൊക്കെ കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരൻ കള്ളവോട്ട് ചെയ്ത് എത്ര വോട്ട് ചെയ്യാൻ പറ്റും? നേരെ കുറിച്ച് മാർക്സിസ്റ്റുകാർ കള്ളവോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ വല്ല അന്തമുണ്ടോ? അന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആലുവയിൽ നിന്നും കളമശ്ശേരിയിൽ നിന്ന് തൃപ്പൂണിത്തുറയിൽ നിന്ന് ചോറ്റാനിക്കരയിൽ നിന്നൊക്കെ അനവധി ഡിവൈഎഫ്ഐക്കാർ സ്ത്രീകളും പുരുഷന്മാരും എറണാകുളത്ത് വന്ന് രാവിലെ 8 മണി 8:30 മണിക്കുള്ളിൽ തന്നെ വിലയേറിയ സമ്മതിദാനാവകാശം നിർവഹിച്ച് തിരിച്ചുപോയി. അങ്ങനെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചു. MK സ്റ്റാലിനു ശേഷം പിന്നീട് LDF എറണാകുളം അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചതാണെന്നാണ്. പിന്നെ ജയിച്ചിട്ടില്ല. ഇനി ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള പാർട്ടിയാണ് CPM. അവരെങ്ങനെ ഇതിനെ എതിർക്കും? പിന്നെ സുനിൽ കുമാർ പറഞ്ഞ കാര്യം, സുനിൽ കുമാർ അല്ലാതെ ഇടതുപക്ഷത്ത് വേറെ ഏതെങ്കിലും നേതാവ് ഇത് പറയുന്നുണ്ടോ? സുനിൽ കുമാർ പറഞ്ഞു തൃശ്ശൂർ BJPക്കാർ കുറേ അധികം ആൾക്കാരെ വോട്ടർ പട്ടികയിൽ ചേർത്തു. സംഗതി സത്യമാണ്. BJPക്കാർ ചേർത്തു, അവർ വോട്ട് ചെയ്തു, അതിൻ്റെ റിസൾട്ടും ഉണ്ടായി. പക്ഷേ ഏതെങ്കിലും ഒരാൾ ഇത് ഏറ്റുപിടിക്കുന്നുണ്ടോ? ഗോവിന്ദ മാഷ് പറഞ്ഞു, അല്ലെങ്കിൽ MA ബേബി പറഞ്ഞു. CPMൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഒരു പച്ചവെള്ളം പോലത്തെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് CPMന് വേറെ ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിക്ക് എന്തെങ്കിലും എതിർപ്പ് ഈ വിഷയത്തിലുണ്ടോ? ആർക്കും എതിർപ്പില്ല. കാരണം എതിർക്കാൻ പറ്റുകയില്ല. ഇവർ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ അവൻ്റെ നെഞ്ചത്തേക്ക് ചൂണ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ വക പ്രസ്ഥാനമൊന്നും ഇടതുപക്ഷത്തിൻ്റെ അടുത്ത് നടക്കുകയില്ല. ഈ ജനാധിപത്യം എന്ന് പറയുന്ന വിദ്യ ഇന്നും ഇന്നലൊന്നും ഉണ്ടായതല്ല, ഇനി നാളെ മറ്റന്നാൾ അവസാനിക്കാനുള്ളതുമല്ല. അതുകൊണ്ട് മൗദൂദി ചാനലുകാരെ എത്ര ഒച്ചയെടുത്താലും ശരിയാണ്, CPM ഈ വിഷയത്തിൽ മഹാമൗനം തുടരുന്നതായിരിക്കും. ഒരു പ്രതിഷേധത്തിനും അവരുണ്ടാവില്ല, റോഡ് തടയാനും അവരുണ്ടാവില്ല, ബസ്സിന് കല്ലെറിയാനും ഉണ്ടാവില്ല. ഈ വിഷയത്തിൽ അവരെക്കൊണ്ട് യാതൊരു ഉപകാരവും കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രതീക്ഷിക്കുന്നവർ വീട്ടികളുടെ സ്വർഗത്തിലായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.